ഒരുപാട് സ്ത്രീകൾ ഒ പി ഡിയിൽ വന്ന് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. ബോഡി പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട് ഡോക്ടറെ, അതുപോലെ പ്രൊഫ്യൂസ് ആയിട്ടുള്ള സ്വെറ്റിങ്, ഇറിറ്റബിലിറ്റി, മൂഡ് സ്വിങ്സ്. അപ്പോൾ അവരുടെ ബൈസ്റ്റാൻഡേഴ്സും പറയും പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുകയാണ് എന്തെങ്കിലും പറയുമ്പോൾ. ഇതൊക്കെ ഒരു പക്ഷേ ഒരു മെനപ്പോസൽ സിംറ്റം ആയിരിക്കാം. മാസമുറ പെർമനന്റ് ആയിട്ട് നിന്ന് പോകുന്ന അവസ്ഥയാണ് നമ്മൾ മെനപ്പോസ് എന്ന് പറയുന്നത്. 12 മാസം കോൺസിക്യൂട്ടീവ് ആയിട്ട്, അതായത് ഒരു വർഷത്തോളം പീരീഡ്സ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ മെനപ്പോസ് അറ്റൈൻ ചെയ്തു എന്ന് പറയാൻ പറ്റുക. 45 to 55 ഇയേഴ്സ് ഓഫ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണ് സാധാരണ മെനപ്പോസ് കണ്ടുവരുന്നത്. ഇപ്പോഴത്തെ കറന്റ് സിനാരിയോയിൽ കുറച്ച് നേരത്തെയൊക്കെ കാണാറുണ്ട്. ഇവർക്ക് ഉണ്ടാവാൻ പോകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഹോട്ട് ഫ്ലാഷസ് ആണ് മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. അതായത് ബോഡി പെട്ടെന്ന് ഹീറ്റ് ആവുക, പ്രൊഫ്യൂസ് ആയിട്ടുള്ള സ്വെറ്റിങ്, അതുപോലെ തന്നെ വജൈനൽ ഡ്രൈനെസ്, തിന്നിങ് ഓഫ് ഹെയർ, ഡിമെൻഷ്യ, അതുപോലെ ഈ സൈക്കോളജിക്കൽ ചേഞ്ചസ് ലൈക്ക് ഇറിറ്റബിലിറ്റി, മൂഡ് സ്വിങ്സ്, പിന്നെ അതുപോലെ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്ന സമയത്ത് പെയിൻഫുൾ ആവുക, പെയിൻഫുൾ യൂറിനേഷൻ, ഇതുപോലത്തെ സിംറ്റംസ് ഒക്കെയാണ് കാണിക്കാറുള്ളത്. ഇവർക്ക് ഓസ്റ്റിയോപോറോസിസ്, അതുപോലെ ഹാർട്ട് ഡിസീസ്, അതുപോലെ വജൈനൽ എട്രോഫി പോലത്തെ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. പൊതുവെ ആളുകളുടെ ധാരണ ഈ ഒരുപാട് പ്രസവം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓറൽ പിൽസ് അധികമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ മെനപ്പോസ് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. ആക്ച്വലി ഈ മെനപ്പോസ് എന്ന് പറയുന്നത് ജനറ്റിക്കലി പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ ഇതൊന്നും റിലേറ്റ് ചെയ്യുന്നില്ല, ഇതൊന്നും ഒരു ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നില്ല. മെനപ്പോസ് ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ പൊതുവെ ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ കാര്യം ഇതിനെ പറ്റിയിട്ടൊക്കെ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. അത് ലേഡി മാത്രമല്ല, വീട്ടിലുള്ളവർ ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. നമ്മൾ ഫുഡിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ലൈക്ക് ഫൈറ്റോ ഈസ്ട്രജന്, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് പോലത്തെ കാര്യങ്ങൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയ സോയാബീന്, ഫ്ലാക്സ് സീഡ്സ്, ചിക്ക് പീസ് പോലത്തെ സാധനങ്ങൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക. പിന്നത്തെ കാര്യം, നമ്മൾ സൈക്കോളജിക്കലായുള്ള ചേഞ്ചസിന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയ കാര്യം സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. യോഗ, പ്രാണായാമ പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ അഡിക്വേറ്റ് ആയിട്ടുള്ള വെള്ളം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. ഈ സ്ലീപ്പൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും മിക്ക സ്ത്രീകൾക്കും. അപ്പം സ്ലീപ്പ് ഒക്കെ, അഡിക്വേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് ഇതിന് അനിവാര്യമാണ്. എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും സിംറ്റംസ് സിവിയർ ആയ കേസസിൽ, അതുപോലെ തന്നെ ഹെവി ബ്ലീഡിങ് ഉള്ള കേസസിൽ, ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജസ് ഉള്ള കേസസിൽ, അതുപോലെ ബ്രസ്റ്റിൽ ഡിംബ്ലിങ്, ലംസ് പോലെ കാണുന്ന കേസസിലേക്ക്, പെൽവിക് പെയിൻ ഒക്കെ എക്സ്ട്രീം ആയിട്ടുള്ള കേസസിലേക്കാണ് നമ്മൾ ഡോക്ടറെ എപ്പോഴും കൺസൾട്ട് ചെയ്യേണ്ടത്.